ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് എൻ്റെ അനുഭവത്തിൻ്റെ പുറത്ത്, എൻ്റെ റിസർച്ചിൻ്റെ പുറത്ത് ധാരാളം സ്റ്റോക്സ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടത്തി ചെയ്ത ഒരു പഠനത്തിൻ്റെ പുറത്ത് പറയാൻ പോകുന്ന ഏതാനും പോയിൻറ്റ്സാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ പോയിൻറ്റും കൂടി ഒരുമിച്ചൊരു വീഡിയോ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഞാൻ എക്സോസ്റ്റഡ് ആയിപ്പോവും, നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ലേണിംഗ് എന്ന് പറയുന്നത് ലെക്ചറായിട്ട് മാത്രം മാറിപ്പോവും. ശരിക്കും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോയിൻറ്റ്സാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പക്ഷേ ഈ പോയിൻ്റൊക്കെ വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. ശരിക്കും അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിൻറ്റിനും ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് എക്സാമ്പിൾ നിങ്ങൾ കുറേ സ്റ്റോക്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് വരുമ്പോഴാണ് കറക്റ്റ് ലേണിങ്ങിൻ്റെ കറക്റ്റ് മോഡിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മോഡിലേക്ക് നിൽക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട്, അല്ലെങ്കിൽ ഗുഡ് റിസൾട്ട്, അമേസിങ് റിസൾട്ട് എന്ന് പറയുന്ന ധാരാളം സ്മോൾ ക്യാപ്പുകളെ കുറിച്ചുള്ള റിസൾട്ട്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലേ. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല ശോന ആൾക്കാർക്കും എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് വെരിഫൈ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ക്വാർട്ടർ റിസൾട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള ഗതിയെയും പിന്നോട്ടുള്ള ട്രജക്ടറിയും എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ശരി, ഇനി ധാരാളം മെയിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്പം പോലും ശ്രദ്ധിക്കാതെ, അല്പം പോലും സ്റ്റഡി ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നഷ്ടം വരുന്നത്. ശരിക്കും ഓക്കെ, നമുക്ക് ഷോർട്ട് ടൈം എന്നുള്ള ലോങ് ടൈമിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ലോങ് ടൈമിൽ പോലും പല സ്റ്റോക്കുകളും താഴത്തേക്ക് പോകുന്നതല്ലാതെ മുകളിലേക്ക് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡിയുടെ കുറവാണ്. ശരിക്കും ആ കുറവ് നികത്താനുള്ള എളിയ ശ്രമങ്ങളാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീണ്ടും വലിയൊരു ക്ലാസ്, ദാറ്റ് മീൻസ് ഫണ്ട അനാലിസിസ് പ്ലസ് ടെക്നിക്കൽ പ്ലസ് ബിഹേവിയറിൻ്റെ വലിയൊരു ക്ലാസ് April 1st വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉള്ളവർക്ക് prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയുടെ ഹെഡിങ് ഇതാണ്: സ്റ്റേബിളായിട്ട് സ്വിംഗ് ട്രേഡിൽ സക്സസ് കിട്ടാനായിട്ട്. ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഹെഡിങ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങളോട് വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് കാര്യം ഫണ്ടേക്കുറിച്ചുള്ള പോയിൻ്റാണ്. ബാക്കി മുഴുവനും ബാക്കിയുള്ള ടെക്നിക്കലും കുറച്ച് ബിഹേവിയറുമായിട്ടുള്ള പോയിൻറ്റ്സാണ്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം. ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കറൻറ്റ് ട്രേഡ് സെറ്റപ്പിൽ നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചാൽ അതും കൂടെ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ ട്രേഡിനെ ബെസ്റ്റായിട്ട് എൻഹാൻസ് ചെയ്യും, ട്രേഡ് ക്വാളിറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, April 1 മുതൽ പുതിയ ഫിനാൻഷ്യൽ ഇയർ മുതൽ ഇറ്റ്സ് എ ബെറ്റർ ലേണിംഗ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ബെറ്റർ ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒരു സ്മോൾ ക്യാപ് ട്രേഡറാണ്. സ്മോൾ ക്യാപ് ട്രേഡ് എന്ന് മാത്രമല്ല, ഒരു റിസൾട്ട് സീസണിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ദാറ്റ് മീൻസ് റിസൾട്ട് വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്ത് അത് ടെക്നിക്കലി ആ സ്റ്റോക്കിൻ്റെ പൊസിഷൻ അനലൈസ് ചെയ്ത് അതിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്ത് ഇതെല്ലാം പെട്ടെന്നാണ്, ഫാസ്റ്റാണ് നടക്കുന്നത്. ചെയ്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് സീസൺ തീരുന്ന സമയത്ത് പോർട്ട്ഫോളിയോ വീണ്ടും സീറോയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രേഡിലെ വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നട്ട്ഷലാണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പോയിൻറ്റ്. നോർമലി ഒരു റിസൾട്ട് സീസണിൽ ഞാൻ 1000-1200 സ്റ്റോക്കിൽ കൂടെ കടന്നു പോകും. ശരിക്കും ഞാൻ ഒരു സ്ക്രീൻ റൂം ഉപയോഗിക്കുന്നില്ല. കാര്യം വെച്ചാൽ സ്ക്രീൻ റൂം ഉപയോഗിച്ചാൽ പല ടേൺ അറൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് മിസ്സായി പോകും. ശരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ സ്ക്രീൻ റൂം ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ തന്നെ അനാലിസിസിൽ ഓൾമോസ്റ്റ് 1000-1200 സ്റ്റോക്കിനെയാണ്, സ്മോൾ ക്യാപ് സ്റ്റോക്കിനെയാണ് ബേസിക്കലി ഒരു 15,000 കോടി മുതൽ ഒരു 900 കോടി വരെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്സിനെയാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ശരിക്കും റിസൾട്ട് വന്നാൽ അന്ന് തന്നെ അനലൈസ് ചെയ്തിരിക്കും. അന്ന് രാത്രി ഹോൾ നൈറ്റ് ഇരുന്ന് ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ഇരുന്ന് കംപ്ലീറ്റ് ബേസിക് ഫണ്ട അനാലിസിസ് നടത്തിയതിന് ശേഷം ഇതിനെ നേരെ പ്രിലിമിനറി വാൽ ലിസ്റ്റിലേക്ക് മാറ്റും. ശരിക്കും അപ്പോൾ ഒരു റിസൾട്ട് സീസൺ കംപ്ലീറ്റ് എടുത്താൽ ഒരു 1000-1200 സ്റ്റോക്കിൽ ഒരു 75-80 സ്റ്റോക്കാണ് ഒരു ബേസിക് ഫണ്ട അനാലിസിസ് വെച്ച് ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് തരുന്ന.
ഞാൻ ഒരു 21 പോയിൻറ്റ് അനാലിസിസ് ആണ് നടത്തുന്നത്. അതിൻ്റെ പുറത്തെ ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് വരുന്ന സ്റ്റോക്സിനെ മാത്രം പിക്ക് ചെയ്ത് മാറ്റുന്നത്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, PE റേഷ്യോ 34-ൽ താഴെയായിരിക്കണം, ഇൻഡസ്ട്രി PE കല്ലും താഴെയായിരിക്കണം. പക്ഷേ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും EPS ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന EPS ആയിരിക്കണം. 6 months പെർഫോമൻസ് അല്ല 3 months പെർഫോമൻസ് അല്ല 9 months പെർഫോമൻസ് ഒക്കെ ബെസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻഡസ് കവറേജ് റേഷ്യോ 5-ന് മുകളിലായിരിക്കണം. അതുപോലെ തന്നെ എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾ സംതിങ് അറൗണ്ട് 10-12 ആയിട്ടുള്ള സ്റ്റോക്സ് നോർമൽ കേസ് ഞാൻ നോക്കുന്നത്. അതുപോലെയാണ് ബാക്കിയുള്ള കുറേ ഫണ്ട് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ ഇയർ ഓൺ ഇയർ പെർഫോമൻസ്, സീക്വൻഷ്യൽ പെർഫോമൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് മാത്രം ഒരു 75 ബേസ്റ്റൊക്കെ പിക്ക് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. എല്ലാം കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കത്തില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഈ പ്രിലിമിനറി വാച്ച് ലിസ്റ്റിലേക്ക് 2-3 സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കും ശരിക്കും. ഇതിനോടൊപ്പം തന്നെ സെയിം ഡേയിൽ ഈ സ്റ്റോക്കുകൾ ഞാൻ അതിൻ്റെ ഫണ്ടാ പാരാമീറ്റേഴ്സിലേക്ക് പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഫണ്ടാ പാരാമീറ്റേഴ്സ് 0.2 എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഫണ്ടയിൽ സപ്പോർട്ട് കിടക്കുന്ന സ്റ്റോക്കാണ് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റോക്കിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകുന്നത്. സോ ബ്ലോക്ക് ബസ്റ്റർ 70-80 സ്റ്റോക്സ് വന്നാൽ വീക്ക്ലി ഫണ്ടയിൽ സപ്പോർട്ട് ലെവലിൽ കിടക്കുന്ന സ്റ്റോക്സാണ് ഈ 80 സ്റ്റോക്സ് നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഈ സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈയിൽ നിന്നും അല്ലെങ്കിൽ 52 വീക്ക് ഹൈയിൽ നിന്നും ആവറേജ് മാക്സ് 25% കറക്ഷൻ അപ്പുറം പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ നോക്കാറില്ല. ദാറ്റ് മീൻസ് 1000 രൂപയാണ് ഓൾ ടൈം ഹൈ എങ്കിൽ ഒരു 750 റുപ്പീസ് മേളിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ പ്രിലിമിനറിയിൽ നിന്നും ഫൈനൽ വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റാറുള്ളൂ. അപ്പോൾ 80 സ്റ്റോക്ക് 75-80 സ്റ്റോക്ക് പ്രിലിമിനറിയിൽ നിന്നും ഫൈനലിലേക്ക് ഈ ഒരു ബേസിൽ മാറ്റാൻ നേരത്ത് ഒരു 25-30 സ്റ്റോക്സേ വരുന്നുള്ളൂ ശരിക്കും. ബാക്കിയുള്ള സ്റ്റോക്കെല്ലാം നമ്മളെ ഫിൽറ്ററിൽ നമുക്ക് കളയാൻ സാധിക്കും. ഈ 25-30 സ്റ്റോക്സിൽ മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ആ ക്വാർട്ടറിലെ ഇൻട്രാഡേ ആണെങ്കിലും സ്വിംഗ് ട്രേഡ് ആണെങ്കിലും ഷോർട്ട്സ് ട്രേഡ് ആണെങ്കിലും വേറെ ഒരു സ്റ്റോക്കിലും ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല. വേറെ എന്തൊക്കെ മാർക്കറ്റ് ന്യൂസ് വന്നാലും എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് ഈ 25 അല്ല 30 സ്റ്റോക്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, വേറെ ഒറ്റ സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഇതാണ് എൻ്റെ മാർക്കറ്റ് ഫിലോസഫി, ട്രേഡിംഗ് ഫിലോസഫി എന്ന് പറഞ്ഞ സംഗതി ഇതാണ്. നിങ്ങൾ ചോദിക്കും എന്താണ് വീക്കിലിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, വീക്കിലിയാണ് വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഫ്രെയിം. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ലോങ് ടൈമിൽ പോകുന്ന ആൾക്കാർ മാത്രമേ വീക്കിലി നോക്കാറുള്ളതാണ്. ഒരിക്കലുമല്ല, വീക്കിലിയാണ് വർക്ക് ചെയ്യാൻ വേണ്ടത് ബെസ്റ്റ് ടൈം ഫ്രെയിം. കാര്യം വീക്കിലി കൊടുക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും സോ പവർഫുള്ളാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് എന്താ പറയേണ്ടത്, ഓൾ ടൈം ഹൈയിൽ നിന്നും അല്ല 52 വീക്ക് ഹൈയിൽ നിന്നും ഒരു 25% കറക്ഷൻ ഉള്ളിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. സിമ്പിൾ ഫിലോസഫി, സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത്. എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റേർണലി മൊമെൻറ്റം സ്ട്രോങ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമേ ഒരു 20% കറക്ഷനുള്ളിൽ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കുകൾ ബെസ്റ്റ് റിസൾട്ട് തരുമ്പോൾ അവിടുന്ന് ബൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. ഇതാണ് സ്ട്രെങ്ത് റെസ്പെക്ട് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ. ഇതാണ് ഞാൻ പറഞ്ഞ വീക്കിലിയിൽ ഓൾ ടൈം ഹൈയോടുകൂടി അവിടുന്ന് ഹാർഡ്ലി 20% കറക്ഷനിലേക്ക് കിടക്കുന്ന ഒരു സ്റ്റോക്ക് ശരിക്കും. ഇത് കുറച്ച് 1 year ബാക്കിലെ ചാർട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, 2255 ഓൾ ടൈം ഹൈ ചെയ്തതിന് ശേഷം നേരെ സ്റ്റോക്ക് 1868 കറക്ഷനിലേക്ക് പോയി. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? വീക്കിലി ചാർട്ടാണ്, എത്ര വ്യത്യാസം വന്നു ശരിക്കും? സംതിങ് അറൗണ്ട് 20% അല്ലേ? 20% സ്റ്റോക്ക് വീക്കിലിയിൽ നേരെ കറക്ഷനിലേക്ക് പോയുള്ളൂ ശരിക്കും. അത് റിസൾട്ട് മോശമായതുകൊണ്ട് സ്റ്റോക്ക് കറക്ഷനിലേക്ക് പോയി. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അവിടുന്ന് സ്റ്റോക്ക് നേരെ എന്താ പറയണ്ടേ, സ്റ്റോക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് കിടക്കുകയാണ് ശരിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സ്റ്റോക്ക് ഡബിൾ ബോട്ടത്തിൽ, സ്ട്രോങ് സ്റ്റോക്കാണ്, ഡബിൾ ബോട്ടത്തിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. 2155 നിന്ന് 1868 കറക്റ്റ് ചെയ്തു. ജസ്റ്റ് 20% കറക്ഷൻ വന്നുള്ളൂ. ഇത് ശരിക്കും ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് പുൾ ബാക്ക് ക്യാൻഡിൽ. എവിടെ പുൾ ബാക്ക് ക്യാൻഡിൽ കിടക്കുന്നത്? പുൾ ബാക്ക് ക്യാൻഡിൽ കിടക്കുന്നത് വീക്ക്ലി സപ്പോർട്ട് സോണിലേക്ക് കിടക്കുന്നത്. സ്ട്രോങ് ആണ് വീക്ക്ലി സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അല്ലെ? ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ വീക്ക്ലി സപ്പോർട്ട് സോണിൽ റിസൾട്ട് വന്നു. സ്റ്റോക്ക് ഒറ്റ കയറ്റം കയറ്റി. അവിടെ നിന്നും അടുത്ത 3 മാസം കൊണ്ട് എക്സാക്ട് 3 months കൊണ്ട് സ്റ്റോക്ക് കൊടുത്ത ഹൈ 3691 ആണ്. ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു 3 മാസം കൊണ്ട്. 100% റിട്ടേൺ ഓവർ പീരീഡ് ഓഫ് ജസ്റ്റ് 3 months. സെയിം ക്വാർട്ടറിൽ എൻട്രി, സെയിം ക്വാർട്ടറിൽ എക്സിറ്റ് എന്ന് പറയുന്ന സംഗതി ശരിക്കും. ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ, പ്രിലിമിനറി വാച്ച് ലിസ്റ്റിൽ നിന്നും ഫൈനൽ വാച്ച് ലിസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫണ്ടേൽ ഞാൻ ബേസിക്കലി ചെക്ക് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ് ശരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്
വീക്കിലിയിലും ഡെയിലിയിലും 4 അവേഴ്സിലും നമ്മൾ ഇൻ്റലിജൻ്റ്ലി നമ്മൾ മാനുവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രേഡിൽ നിന്ന് ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ വീക്കിലിയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വർക്കൗട്ട് ചെയ്താൽ അതിൻ്റെ ഡെയിലിയിലുള്ള പെർഫോമൻസും 4 അവേഴ്സിലെ പെർഫോമൻസും നമ്മൾ വളരെ കൺസേൺഡ് ആയിരിക്കണം. വി ഷുഡ് കീപ്പ് ഓൺ വാച്ചിങ് ആക്ച്വലി. എങ്കിൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് ട്രേഡ് എക്സിക്യൂഷനും ബെസ്റ്റ് ട്രേഡ് എക്സിറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ വീക്കിലിയെ ബേസ് ചെയ്യാനുള്ള കാരണം. സാധാരണ ഈ പ്രിലിമിനറി വാച്ച് ലിസ്റ്റ് കഴിഞ്ഞ് ഫൈനൽ വാച്ച് ലിസ്റ്റിൽ എത്തുമ്പോൾ ഇതെല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ദിവസങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല. സെയിം ഡേ തന്നെ സാധിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. ഇതൊക്കെ ശരിക്കും ഇത് രാത്രിയിൽ പ്രിലിമിനറി ചെയ്താൽ രാവിലെ ആകുമ്പോഴത്തേക്കും ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഫൈനലിലേക്ക് പോയിരിക്കും. പല കേസുകളിലും സെയിം ഡേ തന്നെ ട്രേഡിൽ കയറിയിരിക്കും ശരിക്കും. കാര്യം ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ വീക്കിലി പുൾ ബാക്കിൽ വലിയ കറക്ഷനിൽ അല്ലാതെ കിടക്കുന്ന സ്റ്റോക്കിൽ സെയിം ഡേ തന്നെ നമുക്ക് കയറാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ട്രേഡിലായി കഴിഞ്ഞിരിക്കും. പ്രിലിമിനറി വാച്ച് പ്രിപ്പറേഷനും ഫൈനൽ പ്രിപ്പറേഷനും ട്രേഡും കൂടെ ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് പോകുന്നത്. ഒരിക്കലും ഇത് തമ്മിൽ ടൈം ഡിലേ ഒരിക്കലും വരാറില്ല. അതുപോലെ തന്നെ പ്രിലിമിനറി വാച്ച് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പൾസറി ആയിട്ട് ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകൾ ഷോർട്ട് ടൈമിലും മിഡ് ടൈമിലും ഔട്ട് പെർഫോമൻസ് ഉള്ള സ്റ്റോക്ക് മാത്രമേ എടുക്കാറുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ്, ഈ വീക്കിലിയിൽ പുൾ ബാക്കിൽ കിടക്കുന്ന ഈ ഫൈനൽ വാച്ച് ലിസ്റ്റ് വരുന്ന സ്റ്റോക്കുകൾ അത് മസ്റ്റായിട്ട് 55 വീക്ക്ലി EMAയുടെ മുകളിലായിരിക്കണം. ഈ രണ്ട് കാര്യം കൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ഫണ്ടാ സ്റ്റോക്കായി സ്ട്രോങ് ടെക്നിക്കലി സ്റ്റോക്കായി ഇത് രണ്ടുമാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന ഫൈനൽ 25 അല്ലെങ്കിൽ 30 സ്റ്റോക്സ്. സ്ട്രോങ് ഫണ്ട പ്ലസ് സ്ട്രോങ് ടെക്നിക്കൽ ക്വാളിറ്റി അറ്റ് ദി ബെസ്റ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം സപ്പോസ് നമ്മൾ ഇത് ചെയ്തു, നമ്മൾ വാച്ച് ലിസ്റ്റായി, നമ്മൾ ഫണ്ട ബേസ്ഡായി, നമ്മൾ സ്റ്റോക്കിൽ എൻട്രി ചെയ്തു. എൻട്രി ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. അത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്. നമ്മൾ സ്റ്റോക്കിൽ കയറുന്നതിന് മുമ്പും കയറി കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ്. അതായത് ഏതാനും കൊച്ചു പുൾ ബാക്ക് വരും, പിന്നെ ഒരു സ്ട്രോങ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വരും, പിന്നെ സ്റ്റോക്ക് മേളിൽ പോകും, പിന്നെ കൊച്ചു പുൾ ബാക്ക് വരും, പിന്നെ സ്ട്രോങ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വരും, പിന്നെ സ്റ്റോക്ക് മേളിൽ കയറിപ്പോകും. അങ്ങനെ സ്ട്രോങ് TMCയിൽ സ്റ്റോക്ക് കയറിയിട്ട് വീക്ക് പുൾ ബാക്കിൽ ഇറങ്ങും, വീണ്ടും സ്ട്രോങ് TMCയിൽ കയറിയിട്ട് വീക്ക് പുൾ ബാക്കിൽ ഇറങ്ങും. ഇങ്ങനെ ആ ഫിനോമിനൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ശരിക്കും, ആസ് ലോങ് as ഏതെങ്കിലും ലെവൽ വെച്ച് ഓപ്പറേറ്റർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പറയാം. അടുത്ത പറഞ്ഞ കാര്യം ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് ആണ്, TMC. ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഓരോ ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് നോക്കുക. സ്ട്രോങ് ക്യാൻഡിൽസ് ആണ്. ഒരു പുൾ ബാക്ക് വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും സ്റ്റോക്കിനെ ലിഫ്റ്റ് ചെയ്യും. വീണ്ടും പുൾ ബാക്ക് വരുന്നു, വീണ്ടും ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് വരുന്നു, സ്റ്റോക്കിനെ ലിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും പുൾ ബാക്ക് വരുന്നു, TMC ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് വരുന്നു, സ്റ്റോക്കിനെ ലിഫ്റ്റ് ചെയ്യുന്നു. അവിടെയൊക്കെ വോളിയം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസും കൊടുക്കുന്ന വോളിയമാണ് നമ്മളെ സംബന്ധിച്ചുള്ള കൺവിക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റോക്കിൽ നിൽക്കാനും സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനും. ഇങ്ങനെ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോക്കിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് നിങ്ങൾ മനസ്സിലായില്ലേ? ഈ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് ആണ് ഒരു സ്റ്റോക്കിൻ്റെ ട്രെൻഡിനെ കണ്ടിന്യൂസ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഈ ക്യാൻഡിൽസ് ആണ് ഓപ്പറേറ്ററിൻ്റെ പ്രസൻസിനെ കാണിക്കുന്നത്. ഈ ക്യാൻഡിൽസ് പ്ലസ് വോളിയമാണ് ഓപ്പറേറ്ററിൻ്റെ എക്സിസ്റ്റൻസിനെ ഒരു സ്റ്റോക്കിൽ കാണിക്കുന്നത്. ആസ് ലോങ് as ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് ആർ there in a stock, we are confident that this will go up actually. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കേണ്ടത്. എവിടെയെങ്കിലും വെച്ച് TMC വീക്കായി തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ട സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പോയിന്റ്, ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ എ സ്റ്റോക്ക് വിച്ച് ഹാസ് ഗോട്ട് എ ഹയർ ബൗൺസ് കമ്പയർഡ് ടു ദി പ്രീവിയസ് ബൗൺസ്. കഴിഞ്ഞ ബൗൺസിനെക്കാട്ടിലും ഡേ ടൈം ഫ്രെയിമിൽ പുതിയ ബൗൺസ് മേളിലായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ബൗൺസ് കഴിഞ്ഞു പുൾ ബാക്ക് വന്നു, അടുത്ത ബൗൺസ് കഴിഞ്ഞ ബൗൺസിനെക്കാട്ടിലും മേളിലായിരിക്കണം, പിന്നെയും പുൾ ബാക്ക് വന്നു, പിന്നെ അടുത്ത ബൗൺസ് അതിനെക്കാട്ടിലും മേളിലായിരിക്കണം, പിന്നെയും പുൾ ബാക്ക് വന്നു. ഇങ്ങനെ ഓരോ ബൗൺസും ഹയറായിട്ട് വരുന്ന സ്റ്റോക്കിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ ശരിക്കും. എവിടെയെങ്കിലും ബൗൺസ് ഒന്ന് വീക്കായാലേ ദാറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ. അടുത്ത് നമ്മൾ പറയുന്നത് ഹയർ ബൗൺസസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ഹയർ ബൗൺസ്. ഡേ ടൈം ഫ്രെയിമിലാണ് ഒരു ബൗൺസ് വന്നു, അടുത്ത ബൗൺസ്, അതിനേക്കാളും മേളിൽ വേറൊരു ബൗൺസ്, അതിനേക്കാളും മേളിൽ വേറൊരു ബൗൺസ്. ഇങ്ങനെ ഫസ്റ്റ് ബൗൺസിനേക്കാളും മേലാണ് അടുത്ത ബൗൺസ്, പുൾ ബാക്ക് കഴിഞ്ഞുള്ള ബൗൺസ്. വീണ്ടും പുൾ ബാക്ക് വന്നു, പിന്നുള്ള അടുത്ത ബൗൺസ്, തൊട്ട് മുമ്പിലത്തെ ബൗൺസിനേക്കാളും മേളിലാണ് അടുത്ത ബൗൺസ്, അതിനേക്കാളും മേളിലാണ് അടുത്ത ബൗൺസ് ശരിക്കും. അങ്ങനെ ഓരോ ബൗൺസും തൊട്ട് മുമ്പിലത്തെ ബൗൺസിനേക്കാളിലും മേളിൽ ആയിരിക്കണം. ആകുന്നവരെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. എവിടെ ബൗൺസ് വീക്കാവുന്നു അവിടെ വി ക്യാൻ പ്ലാൻ യുവർ എക്സിറ്റ്. പല കേസിലും ബൗൺസ് വീക്കായതിനു ശേഷം, വീക്കാന്ന് വെച്ചാൽ എന്താ, ഒരു ലോവർ ഹൈ ക്രിയേഷനാണ് സംഭവിക്കുന്നത്. എന്നിട്ട് വീണ്ടും സ്റ്റോക്ക് പുൾ ബാക്ക് എന്നിട്ട് വീണ്ടും ഒന്ന് വീക്കായിട്ട് നേരെ സ്റ്റോക്ക് താഴെ പോകുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും. സോ ഒരു വീക്ക് ബൗൺസ് കണ്ടാൽ അത് മൊമെൻറ്റം വീക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ള ഒരു
ഇൻഫർമേഷൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ തരികയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു പുൾ ബാക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഇത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഒന്ന് പുൾ ബാക്കിൻ്റെ കംപ്ലീഷൻ, 2 റിവേഴ്സ് ക്യാൻഡിൽ. കംപ്ലീഷനും റിവേഴ്സ് ക്യാൻഡിലും കൃത്യമായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. റിവേഴ്സ് ക്യാൻഡിൽ സ്ട്രോങ് ആയിരിക്കണം, വോളിയം ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണ് പുൾ ബാക്ക് കംപ്ലീഷനെയും റിവേഴ്സിൻ്റെ ആ സ്റ്റോക്കിൻ്റെ റിവേഴ്സിനെയും തരുന്ന 2 കൺഫർമേഷൻ പോയിൻറ്റ്സ് ശരിക്കും. ആ റിവേഴ്സ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് മേ ബി എന്താ പറയണ്ടത്, ബുള്ളിഷ് എൻഗൾഫിംഗ് ആകാം, സ്ട്രോങ് മൊമെൻറ്റം ക്യാൻഡിലാകാം, ഹാമർ ആകാം, എന്തെങ്കിലും സ്ട്രോങ് ക്യാൻഡിലാകാം ശരിക്കും. അത് സപ്പോർട്ടീവ് വരുമ്പോഴാണ് അതിന് കൂടുതൽ വാലിഡിറ്റി വരുന്നത് ശരിക്കും. അടുത്ത പോയിൻറ്റ്, സ്ട്രോങ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്സ്, അമേസിംഗ്ലി ട്രെൻഡിങ് സ്റ്റോക്സ് നോർമലി EMA 21 ഡെയിലി വന്ന് സപ്പോർട്ട് എടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടാണ് 4 അവേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്നത്. സ്ട്രോങ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോർമലി ഡെയിലി വരെ വരാറില്ല. ഒരു 4 അവേഴ്സിൽ തന്നെ അവരുടെ തിരിച്ചുള്ള കയറ്റത്തിൻ്റെ ക്ലാരിറ്റി തരും ശരിക്കും. നമ്മൾ ഡേ വരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. 4 അവേഴ്സിൽ സ്ട്രോങ് ക്യാൻഡിൽ ക്ലാരിറ്റി തരാമെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ക്യാരക്ടറാണത് ശരിക്കും. 4 അവേഴ്സിൽ ദേ വിൽ കം ബാക്ക് ആൻഡ് ദേ വിൽ ടേക്ക് എ U-turn ഫ്രം 4 അവേഴ്സ് ആൻഡ് ദേ വിൽ അഗെയിൻ ബൗൺസ് ബാക്ക്. ആക്ച്വലി അത് 4 അവേഴ്സിൽ നമുക്ക് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരത്തെ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. ഫ്രണ്ട്സ്, ഏതാനും പോയിൻറ്റ്സ് പറഞ്ഞപ്പോൾ തന്നെ ഏതാനും ചാർട്ട്സുകൾ കാണിച്ച് ക്ലാരിഫൈ ചെയ്തപ്പോൾ തന്നെ വീഡിയോ ഒരു 15 മിനിറ്റ് മേളിൽ സ്ട്രെച്ചഡായിപ്പോയി. നോർമലി 15 മിനിറ്റ്സിനുള്ളിൽ നിൽക്കുന്ന വീഡിയോസാണ് എനിക്ക് താല്പര്യം. കാര്യം നിങ്ങളും ബോറടിക്കത്തില്ല, ഞാനും എക്സോസ്റ്റഡ് ആകത്തില്ല ശരിക്ക്. അടുത്ത 4 പോയിൻറ്റുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഗതി. സൈനിങ് ഓഫ്.